The Lord is my shepherd, I shall not want. He makes me to lie down in green pastures. He leads me beside the still waters. He restores my soul. He leads me in the paths of righteousness for his name's sake. Yea, though I walk through the valley of the shadow of death, I will fear no evil, for thou art with me. Thy rod and thy staff, they comfort me. Thou prepares a table before me in the presence of my enemies. Thou anoints my head with oil, my cup runs over. Surely goodness and mercy shall follow me all the days of my life, and I will dwell at the house of the Lord forever. സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ഫലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നീതിമാനേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്നെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ ഭാര്യ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അതുകൊണ്ട് വ്യസനിക്കും. അവൻ പല്ല് കടിച്ച് ഒരുങ്ങി പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. നമ്മുടെ കണ്ണുകളെ വീണ്ടും ദിവസങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദിവസങ്ങൾ വളർത്താം. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പകൽക്കാലം കർത്താവിന്റെ പാദമെടുത്ത് നമുക്ക് എടുത്ത് വരുവാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല അവസരത്തിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് മത്സര്യാന്റിക്കും ദൈവദാനമായി കൊടുത്ത മക്കൾ, മൂത്ത മകളുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ദൈവസഭയിൽ വെച്ചുകൊണ്ട് തന്നെ മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സമയമായപ്പോൾ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ വഴികളും ദൈവം ഒരുക്കി കൊടുത്ത് കർത്താവ് തന്റെ മക്കളെ എത്രത്തോളം, തന്റെ മക്കളുടെ കുടുംബത്തെ എത്രത്തോളം ദൈവം അനുഗ്രഹിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ഇന്ന് പകൽക്കാലം 50 നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകളെയും ഓർത്തുകൊണ്ട് 50 നിമിഷങ്ങൾ അങ്ങ് നിറഞ്ഞ ഹൃദയത്തോടുകൂടെ വരെ ദൈവത്തിന്റെ പരിപാലനം ഉണ്ടായിരുന്നല്ലോ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് തന്നെ മകൾക്ക് വളരുവാൻ, ആമേൻ, ഈ കാലഘട്ടം വരെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ, ആമേൻ, ഭാവിക്ക് വേണ്ടി കാത്തിരുന്ന സമയങ്ങളിൽ
ദൈവത്തിന്റെ ആലോചന പ്രകാരം, കർത്താവിന്റെ നിർണയ പ്രകാരം നല്ല മകൾക്ക് വേണ്ടി കടന്നു വന്നിരുന്ന പ്രപ്പോസൽ നല്ല മക്കളുടെ മുമ്പിൽ ദൈവസ്ഥലം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മക്കൾ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. ദൈവനിയോഗം അതിനകത്ത് ഉള്ളതുകൊണ്ട്, ദൈവനിയോഗം അതിനകത്ത് വെളിപ്പെട്ടതുകൊണ്ട് പകൽക്കാലം തന്നെ മകളുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി നാം ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു പോവുകയാണല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടത് മകളുടെ ജീവിതം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാവേണ്ടത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസഭയെ സ്തോത്രം ചെയ്യാം. നാം ഇവിടുന്ന് കടന്നു പോകുന്ന നിമിഷം മുതൽ ഈ വാത്സല്യഭവനത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നത് വരെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്തതാണ്. പ്രതികാരനായി നമുക്ക് ദൈവസഭയെ പ്രാർത്ഥിക്കാം. വാത്സല്യാന്തിക്കായി സ്തോത്രം ചെയ്യാം. തന്റെ മക്കളെ ദൈവത്തോളം നടത്തി, തന്റെ മക്കളെ ഒന്നിച്ചു കൂട്ടിയ നാൾ മുതൽ ഇന്നയോളം തന്നെ മക്കളെ ദൈവം നിലനിർത്തി അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം കൊടുക്കുവാനായിട്ടിടയായി. അവരുടെ വിദ്യാഭ്യാസം ഒക്കെ തന്നെ മക്കൾക്ക് നടത്തുവാനായിട്ടിടയായി. ആത്മീയ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു നിർത്തുവാൻ, കൊണ്ടുവരുവാൻ തന്റെ മക്കളെ കുടുംബമായി ഉപയോഗിച്ച എല്ലാ ദൈവത്തിന്റെ കൃപകളെയും ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. മനുഷ്യനെ എങ്ങനെ ആയിരിക്കുന്നല്ല, ഞാൻ അവർ തക്കതായ തുണയുണ്ടാക്കി കൊടുക്കുമെന്ന് പറയാം. ആ ദൈവത്തിന്റെ തിരുസമയമായപ്പോൾ തന്റെ മകൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഭാവി നന്മകളെ ദൈവസ്ഥലം വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസ്ഥലം പ്രാർത്ഥിക്കാം. വരും ദിവസം മക്കൾ ഒരു കുടുംബമായി ജീവിച്ച് കർത്തൃനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, എല്ലാ മേഖലകളിലും വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ മക്കളെ ഉപയോഗിക്കേണ്ടതിനായിട്ട് ശക്തിയോടെ നമുക്ക് ദൈവസ്ഥലം പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിപ്പാൻ, ഇവിടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിപ്പാൻ ഇടയാകേണ്ടതിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ കർത്താവേ ഹോളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുതൽ ദൈവമേ കർത്താവേ റോച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആന്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങൾ ക്രിസ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ വിവാഹ നിശ്ചയം കർത്താവേ പകൽക്കാലം നടക്കുന്നുവല്ലോ കർത്താവേ. ജനനം മുതൽ കർത്താവേ കൂടെ ഇരുന്ന് അല്ലെ വിദ്യാഭ്യാസത്തിലെല്ലാം ദൈവം കൂടെ ഇരുന്ന് ആലലിയ സമയമായപ്പോൾ ദൈവത്തിന്റെ ആലോചന പ്രകാരം കർത്താവേ ആലോചന കടന്നു വന്നു. ഇന്ന് കർത്താവേ ആ വിവാഹ നിശ്ചയം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നടക്കണമേ കർത്താവേ. എല്ലാ ശുശ്രൂഷകളോട് അനുഗ്രഹമായി ദൈവം മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ബ്ലസ്സിംഗ് കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഭിഷക്തനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ കർത്താവേ. ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവമേ കർത്താവേ തിരികെ വരുവോളം അവിടുത്തെ ചെറുകടിമേൽ കാസൂക്ഷിക്കണമേ. നിന്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാ കർത്താവേ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിന്റെ വചനമാണല്ലോ കർത്താവേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദൈവമേ ഞങ്ങൾ ക്രിസ്ത്യ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപ കൂടെ ഇരിക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാൽവരിയിലൂടെ അളവില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങളുടെ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ സാന്നിധ്യം മകളുടെ ഉച്ചകൊണ്ടുള്ള കാലം ഇന്ന് പകൽക്കാലം കൊണ്ട് വ്യാപരിക്കുന്നു. ദൈവത്തിന് അത്ഭുതമാകുന്ന സാന്നിധ്യം ദൈവമേ അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് ഞങ്ങളെ കർത്താവേ. കാണുന്ന സമ്പൂർണ്ണതയ്ക്ക് മുമ്പ് തന്റെ മകളെ കണ്ടു. അങ്ങ് കർത്താവേ സമയമായപ്പോൾ ഈ തലമുറയിൽ തന്റെ മകളെ ഈ ഭൂമിയിൽ ദൈവം ജനിപ്പിക്കുകയും ഈ ആയുസ് വരെ മകളെ ദൈവം കാക്കുകയും ദൈവം പരിപാലിക്കുകയും ചെയ്ത എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ജനിക്കുവാൻ, വളർത്തപ്പെടുവാൻ, നല്ല വിദ്യാഭ്യാസം തന്നെ മകൾക്ക് ദൈവം ലഭ്യമാകുവാൻ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേദിനേക്കാൾ ഉപരിയായി അങ്ങയെ കണ്ടുമുട്ടുവാൻ, അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ, അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ തന്റെ മകളെ നിങ്ങൾ സഹായിച്ച എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ തന്റെ മകളുടെ ഭാവിയുടെ വിഷയങ്ങൾ തന്റെ മക്കൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ തക്ക സമയത്ത് ആലോചനയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ആ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ എനിക്ക് കടന്നു വന്ന പ്രപ്പോസലിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. കർത്താവ് എനിക്ക് ആ പ്രപ്പോസൽ കർത്താവേ ദൈവഹിത
എപ്രകാരമാണെന്നും കർത്താവെ പ്രാർത്ഥിച്ചു ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തതിനാണ് സ്തോത്രം. എനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന കർത്താവെ വാത്സല്യ സഹോദരൻ ബ്ലസ്സനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ മകളെ അനുഗ്രഹിക്കണമേ. കടന്നു വന്നുകൊണ്ടിരിക്കുന്നല്ലോ, കൃപയെ മറയ്ക്കണമേ കർത്താവിന്റെ മകളെ. ഞങ്ങൾ ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് വേണ്ടി ഈ ദിവസം വളരെ പ്രാർത്ഥനയോടും കൂടെ തന്നെ ആയിരിക്കുകയാണ്. വിവാഹ നിശ്ചയം ഇന്ന് പകൽക്കാലം കർത്താവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഒരു പുതിയ അഭിഷേകത്താൽ, ഒരു പുതിയ കൃപയാൽ നമ്മുടെ ദൈവം നിറയ്ക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ 10 ദിവസങ്ങൾ കഴിയുമ്പോൾ വിവാഹം നടക്കുകയും പോവുകയാണ്. ആ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപ തന്നെ മകളെ മറയ്ക്കണമേ. ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. കൃപ കൊണ്ട് ദൈവം മറയ്ക്കണമേ. ഇവിടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അടിയങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കരങ്ങളിലേക്ക് കർത്താവിന്റെ മകളെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ദൈവം അങ്ങനെ ചെയ്യുവാൻ പോകുന്ന ദൈവത്തിന്റെ കൃപയ്ക്കാണ് സ്തോത്രം. തുടർന്ന് ഞങ്ങൾ കർത്താവ് കടന്നു പോകുന്നു. കൃപയെ ഞങ്ങളെ പൊതിയണമേ. എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ കൃപയുണ്ടാകണം. അകത്തും അങ്ങേ കൽപ്പിക്കുന്നു. ചോദിക്കുന്നു, കൃപ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗം തുടർന്ന് നടക്കുവാൻ പോകുന്ന വിവാഹ നിശ്ചയത്തോടും കൂടെ ഇപ്പോൾ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ മേലും ഭൂമിയിലുള്ള സർവ്വശക്തന്മാരുടെ മേലും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലിരിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് സങ്കീർത്തകനോട് ചേർന്ന് പറയുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരു നല്ല പ്രഭാതവും കൂടെ അവിടുന്ന് തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയ എത്രയോ പേർ ഉണരാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഉണർന്നെഴുന്നേറ്റ് ഇന്നത്തെ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിപഥത്തിലേക്കും കടക്കുവാനുള്ള കൃപ ദൈവം നൽകി അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ഈ സന്ദർഭം അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ കടന്നു വരികയാണ്. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നിവിടെ നടക്കുവാൻ പോകുന്ന വിവാഹ നിശ്ചയ ശുശ്രൂഷ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളിലും ഇരു മാതാപിതാക്കളാൽ വിവിധ പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർന്ന കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ഇന്ന് വിവാഹ നിശ്ചയത്തിലൂടെ അവരൊരു പുതിയ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പാസ്റ്റർ ആൻഡുവിന് വേണ്ടിയും ജയമോൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ മൂത്ത മകൾക്ക് വേണ്ടിയും ഹസ്ബൻഡിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നിയുക്ത വരൻ ബ്ലസ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബ്ലസ്സൻ വിവാഹിതനാകുവാൻ ഇന്ന് നിശ്ചയ ശുശ്രൂഷ ഇവിടെ കാരണമായി ഭവിക്കുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ ജനനം മുതൽ ദൈവം അവനെ അത്ഭുതകരമായി സഹായിച്ചു. അവൻ്റെ എല്ലാ കർമ്മ മണ്ഡലങ്ങളിലും ദൈവത്തിൻ്റെ കൃപ അവനോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവജന പ്രവർത്തകനായി മറ്റുള്ളവർക്കൊരു ഉത്തേജനവും ആവേശവുമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിൽക്കുവാൻ പ്രിയ മകന് ദൈവം കൃപയും അനുഗ്രഹവും നൽകി അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഈ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ റോയ് ബ്രദറിന് വേണ്ടിയും ജയയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ചു. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട 3 മക്കളെ കർത്താവ് നൽകി. പ്രത്യേകിച്ച് കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞ് ജീവിതത്തിൽ ഒരു നല്ല തീരുമാനമെടുത്തു. ഇന്ന് അവളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ദിവസങ്ങളിലൊന്നാണ്. കർത്താവെ, അവളുടെയും ബാല്യകാലം മുതൽ അനുസരണത്തിലും ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും പരിശുദ്ധാത്മശക്തിയിലും വളർന്നു വരുവാൻ, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് നല്ലൊരു മകളായിട്ട് ജീവിക്കുവാൻ ദൈവ ആ കുഞ്ഞിനും ഭാഗ്യം നൽകി അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. അവരുടെ വളർച്ചയിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അവിടുത്തെ കൃപയുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവളെടുത്ത നല്ല തീരുമാനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അവളുടെ ജീവിതത്തിലുള്ള ഈ നല്ല സന്ദർഭം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന നിമിഷങ്ങളാക്കി ദൈവം മാറ്റണമേ. ഇവർ ഒരുമിച്ച് അടുത്ത ദിവസം ആരംഭിക്കുന്ന കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമാകുവാൻ
പ്ലസിന് വേണ്ടിയും കൃഷ്ണയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇരുഭാഗത്തു നിന്നും വന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇരുഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കർത്തൃദാസന്മാർ ഇരുവരെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹവും സന്തോഷപ്രദവും ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നല്ല സുദിനവുമാക്കി കർത്താവ് മാറ്റുന്നത് കൊണ്ട് നന്ദി. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമസ്ത വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് നാം ഇവിടെ വരെ എത്താനായിട്ടിടയായി തീർന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിൽ ഉണ്ട്. അത് വിശ്വസിക്കുന്ന അനുഭവിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ. പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുമാണ് നമ്മൾ ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. ഇന്നത്തെ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയിലെ ഏറ്റവും വിശിഷ്ടമായ വ്യക്തികൾ എന്ന് പറയുമ്പോൾ ബ്ലസ്സിനും ക്രിസ്റ്റിയുമാണ്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജന്മം മുതൽ ദൈവം അവരെ കാത്തു പരിപാലിച്ചു. അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം കർത്താവ് കൊടുത്തു. ദൈവം അവരെ അനുഗ്രഹിച്ചു, ബലപ്പെടുത്തി. ഇന്ന് അവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹത്തിൻ്റെ നിശ്ചയ ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ആകയാൽ ആ പ്രിയപ്പെട്ട കൃഷ്ണനെയും അതുപോലെ തന്നെ ബ്ലസ്സിനെയും അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുവാൻ ഞാൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് ദൈവം ഭാഗം പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി ദൈവം അവരെ ആശീർവദിക്കട്ടെ. അതിനുള്ള സന്ദേശം, വചനം നാം കേൾക്കാനായിട്ട് പോവുകയാണ്. കർത്തൃദാസനെ ദൈവം അതിനായിട്ട് ശക്തീകരിക്കട്ടെ. അത് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കേൾവിക്കാരായി ഇവിടെ ഇരിക്കുന്ന ഈ ഹാളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവം എല്ലാവരെയും ശക്തീകരിക്കേണ്ടതിനായി, ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ തുറന്നുള്ള ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് മെസ്സേജിൻ്റെ അനുഗ്രഹത്തിനായി സജിമോൻ പാസ്റ്റർ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുതെന്ന് പറഞ്ഞതായ ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഇവിടെ കൂടി വരുവാൻ കർത്താവ് അവിടുന്ന് അവസരം തന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ഇരു കുടുംബങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് ഈ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നു. കർത്താവ്, അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കി ഇന്ന് പകൽക്കാലം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ കർത്താവ് അവിടുന്ന് ചൊരിയേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് എപ്പോൾ പാസ്റ്ററിനെ ശക്തമായി അവിടുന്ന് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവാഹ നിശ്ചയത്തിനുള്ള ബന്ധത്തിൽ കർത്താവ് ഞങ്ങൾക്ക് അറിയേണ്ട തിരുവചനം ഇന്ന് പകൽക്കാലം നിന്റെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളുടെ മേലും ദൈവസാന്നിധ്യം വെളിപ്പെടുത്തണം. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തു ചോദിക്കുന്നു, കൃപ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്കിങ്ങനെ ഈ ഹാളിനുള്ളിൽ കൂടി വന്ന് ദൈവ തിരുസാന്നിധ്യത്തിൻ്റെ മധ്യയായിരിക്കാൻ ദൈവം തരുന്ന സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തിന് ഞാൻ മഹത്വം കരയേറ്റുന്നു. നിശ്ചയമായും ദൈവവചനത്തിലൂടെ രക്ഷാനിർണയം പ്രാപിച്ച് ആത്മീയ അനുഭവത്തിൽ നിൽക്കുന്ന രണ്ട് കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ, അവരുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയാണല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഇതിനകത്തുണ്ട്. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് കടന്നു വരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്തത്വ പ്രകാരം യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഇന്ന് പകലിൽ
അനുഭവിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിലേക്ക് അടുത്തിയെല്ലാം ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമുക്ക് ദൈവവചന സന്ദേശം തരാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് സുപ്രസിദ്ധ സുവിശേഷകനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അവറുകളാണ്. അദ്ദേഹം തുറന്നുള്ള സമയം നമ്മളോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ തിരുമുമ്പാകെ ആയിരിക്കാം. പ്രിയ ക്രിസ്ത്യനമോളെയും ബ്ലസ്സനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊപ്പം ഈ വേദി പങ്കിടുവാൻ ദൈവം എനിക്കിങ്ങനെ ഒരവസരം നൽകിയ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന തമ്പി ഡാനിയൽ പാസ്റ്റർ, വയനാട്ടിൽ നിന്ന് പാസ്റ്റർ ജോബ് പാസ്റ്റർ, അതുപോലെ തന്നെ മഞ്ഞാടിയിലെ നമ്മുടെ പാസ്റ്റർ സജിമോൻ പാസ്റ്റർ തുടങ്ങിയ എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും വളരെ നന്ദി പറയുകയാണ്. ഇവരുടെ ഈ വിവാഹ നിശ്ചയവേദിയിൽ നിൽക്കുമ്പോൾ ഒത്തിരി ഓർമ്മകളിലേക്കാണ് എൻ്റെ മനസ്സ് കടന്നു പോകുന്നത്. ഏകദേശം ഒരു 48-49 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തിരുവല്ലായിൽ ഷാരോനിൽ പഠനത്തിനായി വരുന്ന കാലത്താണ് ഈ താഴാമ്പള്ളംകാരെ പരിചയപ്പെടുവാനായിട്ട് ഇടയാകുന്നത്. ആ കാലങ്ങളിൽ പ്രിയ മത്തായിച്ചൻ്റെ വീട്ടിൽ നടക്കുന്ന യോഗങ്ങൾ അന്ന് കേരളക്കരയിൽ ഉള്ള പ്രസിദ്ധരായ ദൈവദാസന്മാരൊക്കെ വി എ തോമസ് സാറും മേരിക്കൂരും കാനോച്ചനും അങ്ങനെ ആ കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരൊക്കെ വന്നവിടെ പ്രസംഗിക്കുന്നു. ഞങ്ങൾ വിദ്യാർത്ഥികളായിട്ട് അവിടെ കടന്നുപോയി ആ വചനങ്ങൾ കേൾക്കുന്നു. യോഗം കഴിക്കുമ്പോൾ കുട്ടികളെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അല്പം ഭക്ഷണവും ക്രമീകരണങ്ങളൊക്കെ അവിടെ മത്തായിച്ചൻ്റെ വീട്ടിലുണ്ടാവും. അവരൊക്കെ നിത്യതയിലേക്ക് പോയി. വെമ്പാലയുടെ മേഖലകളിൽ നമ്മുടെ സണ്ണിച്ചൻ്റെയൊക്കെ മാതാപിതാക്കൾ വലിയ എതിർപ്പുകളുള്ള ആ സന്ദർഭങ്ങളിൽ ഞങ്ങൾ തിരുവല്ലായിൽ നിന്ന് നടന്ന് വെൺപാലയിലേക്ക് പോകും. അവരും നിത്യതയിലേക്ക് എടുക്കപ്പെട്ടു. പക്ഷേ ആ വെൺപാലയുടെ മേഖലയിൽ നിന്ന് ശക്തന്മാരായ ചില ആൾക്കാരെ ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അവരത് അറിഞ്ഞു കാണുകയല്ല. ഒരാൾ പാസ്റ്റർ ബിജു കൃഷ്ണനാണ്. അദ്ദേഹം ഇപ്പോൾ മണക്കാല സെമിനാരിയുടെ രജിസ്ട്രാറാണ്. അദ്ദേഹത്തിൻ്റെ അങ്കിൾ സുധീർ കുറുപ്പ് സൗദി അറേബ്യയിലെ ശക്തമായ ഒരു സഭയുടെ നേതൃത്വം വഹിക്കുന്നയാളും വലിയൊരു കാർഗോ കമ്പനി സ്വന്തമായി നടത്തുന്നയാളുമാണ്. അങ്ങനെ അനേക കുടുംബങ്ങൾ ഈ വെൺപാലയുടെ മേഖലയിൽ നിന്ന് അവരുടെയൊക്കെ കണ്ണുനീരിൻ്റെ ഫലമായിട്ട് ഇപ്പോഴുണ്ട്. അവരൊന്നും അത് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവരെയൊക്കെ അറിയാം. ഞങ്ങളുടെ കുമ്മനാട് ഡിസ്ട്രിക്ട് കൺവെൻഷൻ്റെ ഈ മാസം അവസാന ആഴ്ചകളിൽ നടക്കാൻ പോകുന്ന കൺവെൻഷനിൽ ഒരാൾ പാസ്റ്റർ ബിജു കൃഷ്ണനാണ് പ്രസംഗിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രിയ റോയിച്ചൻ്റെ മാതാപിതാക്കൾ, ഇന്ന് പ്രിയ രാജുവിനെയും പ്രിയ വിൽസൺ ബ്രദറിനെ ഇവരെയൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ താഴാമ്പള്ളംകാര് ഞങ്ങൾ കാണുന്ന ആ കാലങ്ങളിൽ സുവിശേഷത്തോട് വലിയ താല്പര്യമുള്ളവരായതുകൊണ്ട് സുവിശേഷ താല്പര്യമുള്ളവർക്കെല്ലാം അവരോടൊരടുപ്പമുണ്ടാകും. അതുപോലെ തന്നെ സുവിശേഷ താല്പര്യമുള്ളവരെ അവരടുത്ത് നിർത്തും. അങ്ങനെയുള്ള പ്രിയ കുഞ്ഞുമോനും പ്രിയപ്പെട്ടവരുടെയും എല്ലാം ഓർമ്മകൾ എൻ്റെ കൊച്ചു മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രിയ റോയിച്ചനും ജയകൃഷ്ണനും കൊടുത്ത മകൾ ക്രിസ്റ്റീനയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുക്കണമെന്നൊക്കെ വിവാഹത്തിനൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് മുണ്ടിപ്പള്ളിയിൽ നടക്കുകയാണ്. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു മീറ്റിംഗാണ്. അപ്പോൾ കുറേ കഴിഞ്ഞ് ഒരു 11:30 വരെ അവിടെ ഒരു ശുശ്രൂഷ കഴിഞ്ഞാണ് ഞാൻ വന്നത്. ഇത് കഴിഞ്ഞാൽ ഉടൻ അവിടേക്ക് തിരിച്ചു പോകേണ്ടതുമായിട്ടുണ്ട്. ഈ തിരക്കിനിടയിൽ എനിക്ക് വരുവാനിടയായ സന്തോഷം. അങ്ങനെ ഈ നിയുക്ത വരനാരാണെന്ന് ചോദിച്ചപ്പോഴാണ് ഇത് കുറേ കൂടെ സന്തോഷം തോന്നിയത്. അങ്കമാലി ചർച്ചുമായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ചർച്ചുമായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ട്. പാസ്റ്റർ തമ്പി ഡാനിയലുമായിട്ട് പല വിവാഹ ശുശ്രൂഷകൾ നടത്തുവാനായിട്ട് എനിക്ക് പ്രിയപ്പെട്ടവർ അവസരം നൽകിയിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ
സുവിശേഷത്തിന് വേണ്ടി കത്തി ജ്വലിച്ച് നിന്ന നിങ്ങളുടെയൊക്കെ വലിയ വല്യപ്പച്ചന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൽ നിന്നെല്ലാം ആവേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരൊക്കെ നിത്യതയിലാണെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് ഇടയാകണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ധന്യനായ പൗലോസ്ലീഹ ഒരു വിവാഹ നിശ്ചയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? കൊരിന്ത്യരോട് പറയുകയാണ്, ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സാത്താൻ ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രത വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. അപ്പം പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ ഒരു വിവാഹ നിശ്ചയത്തെക്കുറിച്ചും ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ നിയുക്ത വധൂവരന്മാരുടെ ഒരുക്കത്തെക്കുറിച്ചും പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 19 വരുമ്പോൾ ആ വിവാഹം നടക്കുന്നതായിട്ട്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വേദപുസ്തകം ഒരു അവസാന അധ്യായങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിവാഹ നിശ്ചയം, ഇവിടെ നമ്മുടെ റോയിച്ചൻ്റെയും ജയസിസ്റ്ററുടെയും മകളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ബ്ലസ്സിൻ്റെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ അവർ നമ്മളെ ക്ഷണിച്ചത് കൊണ്ടാണ് വന്നത്. കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി കുറിമാറാനും ഉള്ള ക്രമീകരണമൊക്കെ ഉണ്ടല്ലേ? അതും അറിയോ? ഇല്ലില്ല, എനിക്ക് പോകേണ്ടത് കൊണ്ട് ഇടയ്ക്ക് ഈ പ്രോഗ്രാം എല്ലാം തെറ്റിച്ച് ഇവരെനിക്ക് സമയം നൽകിയതാണ്. വളരെ നന്ദിയുണ്ട് പാസ്റ്ററെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ വിവാഹ നിശ്ചയം ഔദ്യോഗികമായിട്ട് ഇനി ഉടനെ പ്രഖ്യാപിക്കപ്പെടും. അതിനുശേഷം ദൈവം അനുവദിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ആ വിവാഹം മംഗളമായി നടക്കും. നമ്മളവരെ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് വിളിക്കും. അവരെ കുടുംബമായിട്ട് നമ്മൾ ക്ഷണിക്കും. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ അവർക്ക് തലമുറകളുണ്ടാകും. അവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി, സ്വർഗത്തിൽ പേര് വരുവാൻ കാരണമായ ഒരു കുടുംബമായിട്ട് തീരും. ഇതിൽ നിന്നും ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാഹ നിശ്ചയം, ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാഹം തികച്ചും ആത്മീകമാണ്. അത് അക്ഷരീകമായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. ക്രിസ്തു വിവാഹിതനല്ല, വിവാഹം കഴിക്കുകയുമില്ല നമ്മൾ കഴിക്കുന്ന പോലെ. അതിന് പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട്. വിവാഹം മോശമായതുകൊണ്ടോ അശുദ്ധമായതുകൊണ്ടോ ഒന്നുമല്ല. വിവാഹം ദൈവം സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് അതൊരു മിറാക്കുലസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതൊരു വിശുദ്ധ സ്ഥാപനമാണ്. അതിനകത്ത് അശുദ്ധി ഒട്ടുമില്ല, ദൈവം സ്ഥാപിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഏത് വ്യക്തിക്കും വിവാഹം കഴിക്കാം. വിവാഹത്തിലൂടെ ആരും അശുദ്ധനാകുകയല്ല. വിവാഹത്തിലൂടെ ആരുടെയും സ്ഥാനമാനങ്ങൾ നിത്യതയിൽ കുറയുകയുമില്ല. അതെല്ലാം കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ. വിശുദ്ധി കൂടാനേ സാധ്യതയുള്ളൂ. നിത്യതയിൽ പ്രതിഫലം കൂടാനേ സാധ്യതയുള്ളൂ. കർത്താവിൻ്റെ കാന്തയാകാൻ, കൂടുതൽ യോഗ്യരാകാൻ വിവാഹ ജീവിതം അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് വിവാഹം ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് അത് അശുദ്ധമൊന്നുമല്ല. പക്ഷേ യേശു വിവാഹം കഴിക്കാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതിലെ പ്രധാനമായ കാരണം യേശു നിത്യപിതാവാണ്, വീരനാം ദൈവമാണ്. ദൈവം വിവാഹം കഴിച്ചാൽ പിന്നെ ആരെ വിവാഹം കഴിക്കണം? സൃഷ്ടിയെ വിവാഹം കഴിക്കണം. എന്ന് പറഞ്ഞാൽ മകളെ വിവാഹം കഴിക്കണം. അതെന്തൊരു അധാർമികമായ കാര്യമാണ്. അതുകൊണ്ടാണ് യേശു വിവാഹം കഴിക്കാതിരിക്കുന്നത്. 2, യേശുവിൻ്റെ മനുഷ്യജീവിതം, മനുഷ്യാവതാരം താൽക്കാലികമായ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി മാത്രമാണ്. യേശു മനുഷ്യനൊന്നുമല്ല, മനുഷ്യനെ അവതരിച്ചതാണ്. അത് 33 വർഷത്തെ ഒരു ജീവിതം. പ്രധാന ദൗത്യം ക്രൂശുമരണം തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് അതിനിടയ്ക്ക് ഒരു വൈവാഹിക ബന്ധത്തിൻ്റെ ആവശ്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം നാളെയും യേശു വിവാഹമൊന്നും നടത്താൻ പോകുന്നില്ല. അപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കൂടിയ പോലുള്ള വിവാഹം നടന്ന് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു, അവിടെ ഇങ്ങനെ മധ്യാകാശത്തിൽ മണിപ്പന്തൽ ഒരുക്കുന്നു. അതൊക്കെ നമ്മുടെ കൊച്ചു മനസ്സിൽ നിന്നുണ്ടായ പാട്ടുകളാണ്. അങ്ങനെ പന്തലൊന്നും അവിടെ ഇല്ല. പിന്നെ ഇങ്ങനെ ഹണിമൂണിന് പോകുന്നു, ആ പരിപാടികളൊന്നുമില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒരു ഭാഷാശൈലി ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നുള്ളൂ. വിവാഹ നിശ്ചയം, വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അവൻ ദൈവം തൻ്റെ ഓമനകുമാരന് ഒരു കാന്ത,
ഒരു ആത്മീയ കാന്തയെ ഒരുക്കുകയാണ്, അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. പക്ഷെ തൻ്റെ ഓമനക്കുമാരൻ അല്ലെങ്കിൽ യേശുവിൻ്റെ കാന്തയാകാൻ ആർക്ക് കഴിയും? ഇപ്പം പ്രിയ റോയിച്ചൻ്റെയും ജയയുടെയും മകളുടെ വിവാഹം, ബ്ലസ്സൻ്റെ വിവാഹ നിശ്ചയം, വിവാഹം, ഇതൊക്കെ അവർ വളരെ നാളുകളായി ആലോചിച്ച് അവരുടെ നിലയ്ക്കും അവരുടെ വിലയ്ക്കും വിദ്യാഭ്യാസത്തിനും വയസ്സിനും പ്രായത്തിനും എല്ലാം യോജിച്ചതായതുകൊണ്ടല്ലേ ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് വന്നത്. ദൈവം അങ്ങനെ തൻ്റെ ഓമന മകൻ്റെ വിവാഹ നിശ്ചയത്തിന് അല്ലെങ്കിൽ വിവാഹത്തിന് ഒരു കാന്തയെ ക്ഷണിച്ചാൽ യോഗ്യത നോക്കിയിരുന്നെങ്കിൽ ആർക്കെങ്കിലും വരാൻ കഴിയുമോ? സൗന്ദര്യം നോക്കിയാൽ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായ വെണ്മയും ചുവപ്പുമുള്ള യേശുക്രിസ്തുവിൻ്റെ കാന്തയാകാൻ യോഗ്യതയുള്ള ഏതെങ്കിലും പെണ്ണ് ഹോളിവുഡിലോ ബോളിവുഡിലോ ഹോളിവുഡിലോ മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടില്ലോ ഉണ്ടോ? ഇല്ല. ഒരു 10,000 മൈൽ അകലെ പോലും ആ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് നിൽക്കാൻ യോഗ്യതയുള്ള ഒരു സൗന്ദര്യമുള്ള സ്ത്രീകളും ഈ ലോകത്തിലില്ല. ഇനി ധനത്തിൻ്റെ കാര്യം പറഞ്ഞാലോ, ബഹ്റിനിലെ മുഴുവൻ മുത്തുകളും ഗൾഫിലെ മുഴുവൻ എണ്ണയും സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ സ്വർണ്ണഖനികളും ഈ താരാപഥങ്ങളും ഈ മുഴുവനും സൃഷ്ടിച്ച ആ കർത്താവിൻ്റെ ധനം ആ ധനിക കുടുംബത്തിലേക്ക് വരാൻ കഴിവുള്ള ആരെങ്കിലും ടാറ്റായുടെ കുടുംബത്തിലുണ്ടോ? ബെർലായുടെ കുടുംബത്തിലുണ്ടോ? ബെക്കിംഗ്ഹാം കൊട്ടാരത്തിലുണ്ടോ? വൈറ്റ് ഹൗസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുത്തനുമില്ലെന്ന് ആർക്കും പറയാം. ഇനി ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കർത്താവ് ഒരു മണവാളിനെ തിരഞ്ഞെടുത്ത് ഇവിടുത്തെ MITയിലും ഹാർഡ്വാർഡിലും കേംബ്രിഡ്ജിലുമൊക്കെ ആരെങ്കിലും ഉണ്ടോ ഡിഗ്രി എടുത്തവർ എന്ന് ചോദിച്ചാൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ആർക്കെങ്കിലും യേശുവിൻ്റെ ആ ജ്ഞാനസാഗരത്തിൻ്റെ അടുക്കൽ വന്ന് നിൽക്കാൻ കഴിയുമോ? അങ്ങനെയുമില്ല. ഇനി പാരമ്പര്യം നോക്കിയാൽ, ഞങ്ങളൊക്കെ പാരമ്പര്യമുള്ളവരല്ല, ഞാൻ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. അപ്പം നിങ്ങൾ പലരും തോമസ് അപ്പോസ്തലൻ്റെ കാലം മുതലേ ഒക്കെ വിശ്വാസത്തിൽ വന്ന പകലോമറ്റം കുടുംബമോ അല്ലെങ്കിൽ കള്ളികാളിയാങ്കൽ കുടുംബമോ ഒക്കെ ആയിരിക്കാം. അതൊക്കെ നല്ല കാര്യം. പക്ഷേ എന്നാലും അത് 2000 വർഷത്തെ പാരമ്പര്യമല്ലേ ഉള്ളൂ. 2000 വർഷം മുമ്പ് മനുഷ്യന് ഇവിടെ ഉണ്ട്, മതങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, ജാതികളുണ്ട് ഇവിടെ. അപ്പം പൗരാണികതയുടെ കാര്യം ചോദിച്ചാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. അപ്പോൾ ആ പാരമ്പര്യമുള്ള കർത്താവിൻ്റെ അടുക്കലേക്ക്, ആ കുടുംബത്തിലേക്ക് വരാൻ ഏതെങ്കിലും തോമസ് അപ്പോസ്തലൻ്റെ കുടുംബത്തിലുണ്ടോ? പൗലോസിൻ്റെ കുടുംബത്തിലുണ്ടോ? പത്രോസിൻ്റെ കുടുംബത്തിലുണ്ടോ? ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ജാതി നോക്കാതെ, മതം നോക്കാതെ, ഭാഷ നോക്കാതെ, പണം നോക്കാതെ തൻ്റെ കാന്തയായി തീരാൻ ദൈവം എല്ലാവർക്കും ഒരവസരം കൊടുത്തു, ഏത് കുടുംബത്തിലുള്ളവർക്കും. അല്ല, മറ്റൊരു കാര്യം, വിവാഹം കഴിച്ചവർക്കും മക്കളുള്ളവർക്കും വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കും യേശുവിൻ്റെ കാന്തയാകാമെന്നുള്ളതാണ്. നിങ്ങൾ ഈ ഗേ മാരേജിൻ്റെ ഒന്നും ചിന്ത ഇപ്പോൾ കൊണ്ടുവന്നേക്കരുത്. ഇത് തികച്ചും ആത്മീയമായൊരു ചിന്തയാണ്. പുരുഷനും സ്ത്രീക്കും, പ്രായമുള്ളവർക്കും, വിവാഹം കഴിച്ചവർക്കും വിവാഹം കഴിക്കാത്തവർക്കും വല്യപ്പന്മാർക്കും എല്ലാം കർത്താവിൻ്റെ കാന്തയാകാം. എന്ത് ചെയ്യണമെന്നറിയാമോ? ബേഥലഹേമിൽ ജനിച്ച്, ഗോൽഗോത്തായിൽ മരിച്ച്, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് പോയ യേശുവിനെ ആര് രക്ഷകനായി സ്വീകരിക്കുമോ അവർക്ക് കർത്താവിൻ്റെ കാന്തയായി തീരാനുള്ള വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ കാന്തയായി തീരാനുള്ള വിവാഹ നിശ്ചയം, ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇവിടെ നിശ്ചയിക്കപ്പെടുന്നത് കൊണ്ടാണ് അടുത്ത തിങ്കളാഴ്ച ആ വിവാഹം നടക്കുവാൻ പോകുന്നത്. വിവാഹ നിശ്ചയപ്പെടുമ്പോൾ
വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ഇന്നെന്നെ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും കർത്താവിൻ്റെ കാന്തയായിത്തീരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വിവാഹ നിശ്ചയത്തിൽ ഈ ക്രിസ്റ്റീനയോടൊപ്പം ബ്ലസൻ ഇരിക്കുന്ന പോലെ, ബ്ലസനോടൊപ്പം ക്രിസ്റ്റീന ഇരിക്കുന്ന പോലെ കർത്താവിനോടൊപ്പം ഒരു വിവാഹ നിശ്ചയത്തിൽ തികച്ചും ആത്മീക ഭാഷയിൽ നിങ്ങൾക്ക് ആയിത്തീരാൻ ഒറ്റ കാര്യം മതി. അത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രം മതി. വിവാഹ നിശ്ചയം ചെയ്തവർക്കാണ് വിവാഹം. ഇതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർക്കുള്ളതാണ് വിവാഹം, കുഞ്ഞാടിൻ്റെ കല്യാണം. ഇവിടെ പൗലോസ് പറഞ്ഞ വാക്കുകളിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ക്രിസ്തു എന്ന ഏകപുരുഷന് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം. പക്ഷേ വിവാഹ നിശ്ചയം കൊണ്ട് വിവാഹം നടക്കണമെന്നില്ല. വിവാഹം നടക്കണമെങ്കിൽ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണം. രണ്ടുപേരും മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടാതെ തൻ്റെ നിയുക്ത വധുവിന് വേണ്ടി മണവാളനും നിയുക്ത വരനു വേണ്ടി മണവാട്ടിയും കാത്തൊരുങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ വിവാഹം നടക്കൂ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു എന്ന ഏകപുരുഷന് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പക്ഷേ സാത്താൻ ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ആ വിവാഹം നടക്കാതിരിപ്പാൻ നിങ്ങളുടെ മനസ്സിനെ വഷളാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതുകൊണ്ട് വിവാഹം നടക്കണമെന്നില്ല. വിവാഹം നിശ്ചയപ്പെട്ട ഒരു യുവതി, ഒരു യുവാവ് ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണം. പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുന്നതിലൂടെ, പരിശുദ്ധാത്മ സ്നാനം സ്വീകരിക്കുന്നതിലൂടെ, പാപത്തോടും ദുരുപദേശത്തോടും വേർപെടുന്നതോടെ, വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിലൂടെ, അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ കാന്തയായി ഒരുങ്ങുന്നത്. ആ അവസ്ഥയിൽ നാം ഒരുങ്ങാതിരിപ്പാൻ നമ്മുടെ മനസ്സ് വഷളാകുമോ? അങ്ങനെ ഒരുങ്ങിയാൽ പോലും സാത്താൻ ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ കർത്താവിൻ്റെ വരവിനെ മറന്ന് പാപത്തിലേക്കും വ്യഭിചാരത്തിലേക്കും അനീതിപരമായ പണസമ്പാദനത്തിലേക്കും തന്ത്രങ്ങളിലേക്കും ചതിവുകളിലേക്കുമൊക്കെ നാം പോകുവാൻ സാത്താൻ ഉപായങ്ങൾ പ്രയോഗിക്കും. അങ്ങനെ ഉപായങ്ങൾ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വഷളാകും. കർത്താവ് വരുമ്പോൾ 5 കന്യകമാർ തള്ളപ്പെടും. അന്ന് 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന വേളയിൽ കർത്താവിൻ്റെ മണവാട്ടിയായി നമുക്ക് ഒരുങ്ങാം. ഒരുങ്ങിയവർ തങ്ങളുടെ മനസ്സ് വഷളാകാതെ വണ്ണം നമുക്ക് കാക്കാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തിരുവചനത്തിൽ നിന്ന് വളരെ അനുഗ്രഹീതമായ സന്ദേശം നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. നാം കേൾക്കപ്പെട്ടതായ വചനത്തിൻ്റെ മുൻപാകെ അത് ഒരു പ്രാവശ്യം കൂടെ ധ്യാനിച്ചുകൊണ്ട് ചില നിമിഷം കൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്ത് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. കൊയർ ഗാനങ്ങൾ ആലപിക്കും, നമുക്ക് ചേർന്ന് പാടാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. Until I lay my head, I will sing.
darkest nights. You are close like no other. I've known you as a father. I've known you as a friend. I have lived in the goodness of God. And all my life you have been faithful. All my life you have been so good. With every breath that I am able, and I will sing of the goodness of God. Your goodness is running after me. Your goodness is running after me. With my life laid down, I surrender now. I give you everything. Your goodness is running after me. Goodness is running after me. Your goodness is running after me. With my life laid down, I surrender now. I give you everything. Your goodness is running after me. 'Cause all my life you have been faithful. And all my life you have been so good. With every breath that I am able, and I will sing of the goodness of God. And I will sing of the goodness of God. നമ്മൾ പ്രോഗ്രാമിന് അല്പം ചേഞ്ച് വരുത്തിയാണ് ഇതുവരെ മുൻപോട്ട് പോയത്. എങ്കിലും ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളായിരുന്നു. കർത്താവൻദാസൻ പോൾ പാസ്റ്ററിലൂടെ നല്ല ഒരു സന്ദേശം വിവാഹനിശ്ചയത്തെക്കുറിച്ചുള്ളത് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. പ്രിയരെ, നമുക്കറിയാം ഇന്ന് മിക്കവാറും ഇവിടെ ഇരിക്കുന്നവരിൽ കൂടുതലും പെന്തിക്കോസിലുള്ളവരും അതിൻ്റെ അനുഭാവികളുമാണ്. നമ്മൾ സാധാരണ നമ്മുടെ വിവാഹ ശുശ്രൂഷയാണെങ്കിലും അത് നിശ്ചയമാണെങ്കിലും പിന്നെ നമ്മുടെ സഭായോഗങ്ങളും മറ്റ് യോഗങ്ങൾ എല്ലാം നമ്മളെല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഒക്കെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ പാട്ട് പാടുന്നതും പിന്നീട് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം. പക്ഷേ ഇന്നിപ്പോൾ ഈ റൗണ്ട് മേശയ്ക്ക് ചുറ്റും നമ്മളിങ്ങനെ ഇരിക്കുന്നു. പിണങ്ങിയിരിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നും. പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ ഇവിടെയുണ്ട്. ഇതെന്നും കാണാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ, നമുക്കറിയാം പെന്തക്കോസ്തുകാരുടെ യോഗം എന്ന് പറയുമ്പോൾ കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് എന്തോ ഒരു സന്തോഷം അല്ലേ. അപ്പോൾ നമുക്ക് ആ സന്തോഷത്തിന് കുറവ് വരുത്തേണ്ട, വളരെ സന്തോഷമുള്ള മുഖത്തോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ് ഈ ശുശ്രൂഷ ഇവിടെ നടത്തുന്നത്. പ്രിയപ്പെട്ട ബ്ലസൻ്റെ കുടുംബത്തെക്കുറിച്ച് അവരുടെ പാസ്റ്റർ എന്ന നിലയിൽ പറയുമ്പോൾ, അങ്കമാലി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, ചിറക്കൽ കുടുംബം, അങ്കമാലിയിലെ വളരെ പ്രസിദ്ധമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ചിറക്കൽ കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ഈ അനുപാസ് മാത്രമാണ് പെന്തക്കോസിലേക്ക് വന്നിരിക്കുന്നത്. ജ്യേഷ്ഠൻ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ, ബന്ധുപത്രാദികളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അവരൊക്കെ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ പ്രകാശനം ആ ദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആൻറ്റി പാസ്റ്റർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഒത്തിരി നിന്ദകളും ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും എല്ലാം അനുഭവിച്ചു. അതിനുശേഷം അവർ കുടുംബമായി പ്രിയപ്പെട്ട ജയ സിസ്റ്റർ അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കരിമ്പന, മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ കരിമ്പന സഭയിൽ ശുശ്രൂഷിക്കുന്നു. ഞങ്ങളുടെ സഭ, അങ്കമാലി സഭ
സുവിശേഷത്തെയും വളരെ പ്രോത്സാഹിപ്പിക്കുന്ന സഭയാണ്. ഞങ്ങൾ വേണ്ടുന്ന കൈത്താങ്ങലുകൾ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുകയും ശക്തമായി അവർ ശുശ്രൂഷിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് അവരെക്കുറിച്ച് പറയുമ്പം ഞാൻ ആദ്യമായിട്ട് ഈ ആൻറ്റി പാസ്റ്ററെ കാണുന്നത് ഒരു തെരുവോരത്ത് നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ടീമിനകത്ത് സുവിശേഷം പ്രസംഗിക്കുന്ന ആളായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് അതുവരെ അറിയത്തില്ലായിരുന്നു പാസ്റ്റർക്ക് എങ്ങനെ പ്രസംഗിക്കാനായിട്ട് പറ്റും, അങ്ങനെ ഒരു കൃപയുണ്ടെന്നുള്ളത്. അപ്പം അതിന് യാതൊരു മടിയില്ലാതെ ലജ്ജയില്ലാതെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന നമുക്കറിയാം, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയാൽ കർത്താവ് നമ്മളെ ഉയർത്തും. ഈ തിരുവല്ല പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഈ എലൈറ്റ് ഹോട്ടൽ എന്ന് പറയുമ്പം ഒത്തിരി വിവാഹങ്ങൾക്കും വിവാഹ വേദികൾക്കും എല്ലാം സാക്ഷ്യം വഹിച്ച ഈ ഹോട്ടലിൽ ഇങ്ങനെ ഇപ്രകാരം ബ്ലസൻ്റെ വിവാഹ നിശ്ചയം നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ആ ക്രൂശ് ചുമക്കുന്നതിൻ്റെ അതിൻ്റെ പ്രതിഫലമായി അതിൻ്റെ ഒരു അംശമായി ഇന്ന് പകൽക്കാലം കൂട്ടിയാൽ മതി. ദൈവമാണ് അതിൻ്റെ പിന്നിൽ. ദൈവം അങ്ങനെ വാതിലുകൾ തുറന്ന് വഴികൾ തുറന്ന് അനുഗ്രഹിക്കപ്പെട്ട താഴാമ്പള്ളി കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ. അപ്പം ഇന്ന് പകലിൽ സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇരുവരെയും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ശുശ്രൂഷ. അതിനായിട്ട് ക്രിസ്റ്റീനെ പരിചയപ്പെടുത്തേണ്ടതിന് വേണ്ടി ബ്രദർ വിൽസൺ ജോർജ് അവറുകളെ ഞാൻ ക്ഷണിക്കുന്നു. അതിനുശേഷം ബ്ലസനെ പരിചയപ്പെടുത്തേണ്ടതിന് വേണ്ടി അങ്കമാലിയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ബിജോയ് ജോർജ് മുൻപോട്ട് വരും. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം വളരെ പ്രതീക്ഷിതമായിട്ടാണ് കടന്നു വന്നതെങ്കിലും I am so thrilled that I could introduce the family of our dear Christine. 31 years ago, two beautiful souls, Jaya and Georgie, joined together in holy matrimony. They began their journey in Detroit together with our dear Ammachi, Sarah Majon, who is not with us today. They have raised three beautiful children, Christine, Kessia and Sharon. Georgie and Jaya raised them with great discipline and uniqueness and care and in the fear of the Lord. Georgie always looks for a difference in everything he does, and he made that difference in bringing his children up. Georgie and Jaya together, they raised them in the fear of the Lord. Nothing more mattered to them than their God. God made them an accomplished family in US. They educated all their children in expensive private schools. He helped them educate to the master's level, and Christine went another level to be an MBA. For Roy and Jaya, Georgie is also known as Roy. For Roy and Jaya, raising them well was more important than anything else in their life. All of them, all these children, followed their mother's profession as a model and accomplished the highest levels. Jaya is a great mother and worked hard as a nurse practitioner in America. Now, talking of Christine, she has a master's degree in nursing and an MBA. She adorned with a calm nature. Anyone who knows Christine, she is the most calm person. And blessed, you're lucky to have her. Very talented, very disciplined, and beautiful. She's a passionate entrepreneur and has started a business. Its name is Matchie's Munchies, named after her grandmother, Sarah Majon. How beautifully they design events and things they do is beyond anyone's imagination. In this occasion, I would like to reiterate that we miss our dear Ammachi, who would have been the most happy among all of us, because there was a special bond between these three girls and Ammachi, because Ammachi lived with them all through their lives. It is only right to say that they were the
They were the apple of her eyes. I am sure she would be filled with joy to see this day. With this introduction, let me introduce the family of our dear Christine Georgie. As I introduce each family, please stand up for recognition. Georgie and his family, altogether they are 9 members. Dina has passed away, so the living members are 8 family members. We are here. ഞങ്ങൾ അതിൽ കുറച്ച് പേര് മാത്രമേ ഇവിടെ കടന്നു വന്നിട്ടുള്ളൂ. അവരെ മാത്രം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. Georgie, John and Jay Georgie, parents of the bride. Kessia and Sharon, sisters of the bride. Sally, Sunny and Pastor Sunny George, sister of Georgie. Joanne, our beautiful Joanne, and Christian's cousin. Now, my favorite brother-in-law, Joseph John. Raj. നിങ്ങളെല്ലാം അറിയുന്നത് രാജു എന്നാണ്. ജോസഫ് ജോൺ ഏകനായിട്ടാണ് കടന്നു വന്നത്. എന്നാലും ഹാവിങ് ഹിം ഈസ് എ ജോയ്. അടുത്ത ആളാണ് എൻ്റെ ഭാര്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് നിൽക്കണമെന്ന്. അതുകൊണ്ട് വന്ന് നിൽക്കുക. മോളി ആൻഡ് വിൽസൺ ജോർജ്. ഞങ്ങളുടെ our dear daughter recently got married to Josiah, and they both are lucky to be here, and I would like to introduce them, Abigail and Josiah Daniel. Likewise, I have to introduce Jaya's family also. Jaya has 3 brothers, and she's the lone sister. And today we have one of those brothers here. His name is Jeevan, Life. And he took the time to travel from all the way from Kuwait and came over here. And we had a great privilege and time with his brother Jain when we were traveling to Israel and Jordan. A blessed family. I never met Jagan. They have one more brother. What a blessed family Jaya's family is. We are so proud to have you. And Christian is blessed with a good mother and a good family. Jaya has also a cousin brother here, Wesley George. Is he here? Yeah. We are so happy to have him. Then I have George, John, and Lysiama George, Jaya's Kuchapat. They probably Jaya's mom's sister and her husband. We are so thankful to have them. I have many family and friends whom I have not personally called, but from the Tadamalam side family, we have Baby Kutti, Baby Samuel, cousin of Georgie. അവർ ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത്, കുടുംബമായിട്ടാണ് വന്നിട്ടുള്ളത്. അവർക്കൊരു ബ്യൂട്ടിഫുൾ ഒരു മോളുണ്ട്, അവളും ഇവിടെ ഉണ്ട്, സ്റ്റെഫി ബേബി. വി ആർ സോ പ്രിവിലേജ്ഡ് ടു സീ യു ആൾ. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയതായിട്ട് എനിക്കറിവില്ല. ആരെങ്കിലും ഞാൻ ഇതാണ് സജി ചെറിയാൻ. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ മറക്കാനൊക്കാത്തൊരു ഫാമിലിയാണ്. ഞങ്ങളെപ്പോഴും നാട്ടിൽ വരുമ്പം അവരാണ് ഞങ്ങളുടെ സങ്കേതവും തണലും എല്ലാം. ഗുഡ് ടു ഹാവ് യു. ഈ സമയത്ത് ഇത്രയും പറഞ്ഞുകൊണ്ട് we came here for another marriage also. Actually, before it all began, we were supposed to be attending another wedding, and the bride is here and the groom is still yet to come, and Achu and her family. We are so happy to have you in this occasion. And with this, let me conclude this. Finally, I congratulate Christine and Blesson and wish them a very happy married life. May God be the center of your marriage and do everything right, and God will bless you.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ബ്ലസ്സിൻ്റെ ഫാമിലിയും പരിചയപ്പെടുത്തുക എന്ന കർത്തവ്യമാണ് എൻ്റെ മുമ്പിലുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞങ്ങൾക്ക് ആൻഡ്രു പാസ്റ്റർ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു ആവേശമാണ്. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്കമാലി ശാരോൺ സഭയുടെ ആദ്യത്തെ മിഷണറിയാണ് ആൻഡ്രു പാസ്റ്റർ. നമ്മൾ ഇവിടെ പാസ്റ്റർ നേരത്തെ ഓർപ്പിച്ച പോലെ അങ്കമാലിയിൽ അറിയപ്പെടുന്ന ഒരു കത്തോലിക്ക കുടുംബത്തിലെ 7 മക്കളിൽ 4-മനായി ജനിച്ച് ഏകയായ വിശ്വാസത്തിൽ കടന്നു വന്നു. ദൈവത്തിൻ്റെ വേലയിൽ അധികമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അവർ 5 ആണും 2 പെണ്ണുമാണ്. അവരിൽ നിന്ന് കുറച്ച് ബന്ധുമിത്രാദികൾ, മൂത്ത ജ്യേഷ്ഠനടക്കം അവർ കടന്നു വന്നിട്ടുണ്ട്. അവരെ നമുക്ക് ഇതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഒരു കൈ കൊടുത്ത് അവരെ നമുക്ക് ഇരുന്നാട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അങ്ങനെ പ്രിയ ആൻഡ്രു പാസ്റ്റർ വിശ്വാസ ജീവിതം നയിച്ചു പോകുന്നു. അങ്ങനെയാണ് ജയമോൾ ആൻറ്റി പ്രിയ ആൻഡ്രു പാസ്റ്ററെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയ ജയമോൾ ആൻറ്റിയുടെ കുടുംബം കണ്ണൂരാണ്. പ്രിയ അമ്മച്ചി കടന്നു വന്നിട്ടുണ്ട്. അമ്മച്ചി വളരെ പ്രാർത്ഥിക്കുന്ന, വളരെ ഉത്സാഹമുള്ള അമ്മച്ചിയാണ്. അമ്മച്ചി ഒന്ന് അതുപോലെ തന്നെ അവരുടെ ബന്ധുമിത്രാദികളായി കടന്നു വന്നിട്ടുണ്ട് സഹോദരങ്ങൾ. അവരൊന്ന് എഴുന്നേറ്റ് നിന്നാൽ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ കുടുംബമായി അവരുടെ മെയിൻ മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ഗൂഡല്ലൂരായിരുന്നു. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും അവരൊപ്പം പോയി താമസിക്കുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അന്ന് ബ്ലസ്സിനും ബ്ലസ്സിയും തീരെ കുഞ്ഞുങ്ങളാണ്. മൂത്തത് ബ്ലസ്സിയാണ്, ബ്ലസ്സിമോൾ. അവൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. പ്രിയ ജോ പാസ്റ്ററുടെ മകനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർ കുടുംബമായി UK-യിലായിരിക്കുന്നു. അവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ഇളയതാണ് ബ്ലസ്സനാണ് ഇന്നത്തെ താരം. ബ്ലസ്സിനിലേക്ക് ഞാൻ കടന്നു വരും. ബ്ലസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അവർ ഗൂഡല്ലൂർ വിദ്യാഭ്യാസ ജീവിതമെല്ലാം കഴിഞ്ഞ് അവൻ MSc കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ചെയ്തു, MBA കംപ്ലീറ്റ് ചെയ്തു. ദൈവം എല്ലാ രീതിയിലും അവരെ നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനെല്ലാം ആൻഡ്രു പാസ്റ്ററെ സഹായിച്ചു. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നല്ല രീതിയിൽ അടുക്കും ചിട്ടിയിലും ദൈവകൃപയിൽ വളർത്തി അവരെ. പ്രത്യേകിച്ച് ബ്ലസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ പല കുട്ടികളെയും ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ പുറകിൽ നിന്ന് പുഷ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. എന്നാൽ ബ്ലസ്സിനെ സംബന്ധിച്ച് അവിടെ ഒരു സൂചി കുത്താൻ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ബ്ലസ്സൻ അവിടെ ഉണ്ടാവും. അത്രയ്ക്ക് ഇടിച്ചു കയറിയ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. വർഷിപ്പ് ലീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ, എല്ലാ കാര്യത്തിനും ബ്ലസ്സൻ അവിടെ 100 നിൽക്കുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലസ്സനാണ്. ഞങ്ങൾക്കത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. മോക്കടെ ഭാഗ്യമാണ്. ഞാൻ കേട്ടത് ക്രിസ്റ്റീനും വളരെ ടാലൻറ്റഡ് ആണ്. നിങ്ങൾ തമ്മിൽ ചേർന്നിരുന്ന നല്ല രീതിയിൽ ആത്മീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ബ്ലസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇനിയും ഒത്തിരി പറയാനുണ്ട്. എന്ത് കാര്യത്തിനും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് കാര്യത്തിനും, ഒരു വിവാഹമായിക്കോട്ടെ, സഭയിലെ ഒരു മരണമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനും അവനവിടെ ഓടി വരും. അവന് കുറച്ചൊക്കെ മലയാളം അത്ര അങ്ങോട്ട് പിടുത്തുമല്ല. കാരണം അവൻ ജനിച്ചു വളർന്നതെല്ലാം ഗൂഡല്ലൂരായതുകൊണ്ട്. എന്നാൽ പോലും അവനിൽ ഞാൻ വേറൊരു കണ്ടത്, അവൻ ഈ കുറഞ്ഞ കാലയളവ് കേരളത്തിലായിട്ടുള്ളൂ. പക്ഷെ അവനിവിടെയുള്ള ഒട്ടുമിക്ക യുവജന നേതാക്കന്മാർ, ആത്മീക നേതാക്കന്മാരുമായിട്ട് വളരെ കണക്ഷനും, അതിലുപരിയായിട്ട് ഞങ്ങളുടെ റീജിയൻ്റെ CMൻ്റെ സെക്രട്ടറിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ചെറുപ്രായത്തിൽ എനിക്ക് തോന്നുന്നു സെക്രട്ടറി ആയിരിക്കുന്ന ബ്ലസ്സൻ മാത്രമേ ഉള്ളൂ എറണാകുളം റീജിയൻ്റെ. അപ്പോൾ എല്ലാ തരത്തിലും വളരെ ആത്മീകമായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ ടാലൻറ്റഡ് ആണ്. നിങ്ങളുടെ വിവാഹ ജീവിതം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇരു കുടുംബങ്ങളെയും ഇവിടെ പരിചയപ്പെടുത്തി. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ബഹുമാനപ്പെട്ട പോൾ പാസ്റ്റർ ഉൾപ്പെടെ ഈ വിവാഹത്തിൻ്റെ ഡേറ്റുകളൊക്കെ പറഞ്ഞെങ്കിലും ഔദ്യോഗികമായി നമ്മളത് പറഞ്ഞിട്ടില്ല. ഇരു ഭവനങ്ങളും ഒരു ധാരണയിലെത്തി. അതിനെ തുടർന്നാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ആ ധാരണയിലെത്തിയത് ഇവിടെ സഭാരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അത് ഞാനിവിടെ പരസ്യമായിട്ട് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച്, എറണാകുളം ഡിസ്ട്രിക്റ്റ്, അങ്കമാലി ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച്. ദൈവഹിതമായാൽ എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ തുറവൂർ വില്ലേജിൽ തുറവൂർ പഞ്ചായത്തിൽ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച് അങ്കമാലി സഭയുടെ അംഗമായ ചിറക്കൽ വീട്ടിൽ ശ്രീമാൻ ആൻഡ്രു സിയുടെയും ശ്രീമതി ജയമോൾ ആൻഡുവിൻ്റെയും മകൻ ബ്ലസൻ സിയെയും പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കുറ്റപ്പുഴ വില്ലേജിൽ തിരുവല്ല മുനിസിപ്പാലിറ്റി ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച് മഞ്ഞാടി സഭാംഗവുമായ താഴാമ്പള്ളത്തിൽ വീട്ടിൽ ശ്രീമാൻ ജോർജി ജോൺ, ശ്രീമതി ജയ് ജോർജിയുടെയും മകൾ ക്രിസ്റ്റിൻ ജോർജി തമ്മിലുള്ള വിവാഹം 2023 ഡിസംബർ 11 ഗ്രാൻഡ് ഏരിയ കൺവെൻഷൻ സെൻറ്റർ ഏറ്റുമാനൂർ വെച്ച് വിവാഹം നടത്തി. വരൻ്റെ വീട് കയറുന്നതിന് ഇരുഭാഗത്തുമുള്ള ബന്ധുമിത്രാദികളും സഭാ പ്രതിനിധികളും ചേർന്ന് ഇന്നേ ദിവസം ഡിസംബർ 2023 ഡിസംബർ 9 തീരുമാനിച്ചിരിക്കുന്ന വിവരം കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു. കർത്താവ് അനുവദിച്ചാൽ 2023 ഡിസംബർ മാസം 11 യാണ് ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കുവാനായിട്ട് ഇരു ഭവനങ്ങളും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിനകത്ത് ഭേദഗതി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചേർന്ന് കൈയടിച്ച് അത് പാസ്സാക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും കേട്ടെ, നിങ്ങളുടെ വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. സന്തോഷമായില്ലേ? ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ എഴുതിയ ഈ നമ്മുടെ ഈ കത്ത് സഭയുടെ ഫയലിൽ വെക്കേണ്ടുന്ന ഈ കത്ത് നമ്മൾ കൈമാറുവാൻ താല്പര്യപ്പെടുന്നു. അതിന് മുൻപ് ഒരു പാട്ട്. ഓക്കെ, അങ്ങനെ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ ഈ കുറിയിൽ ഒപ്പിട്ടതിന് ശേഷം ഇത് കൈമാറുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങൾ വന്നാട്ടെ. ബസൻ, രണ്ടുപേരും വന്നാട്ടെ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്താനച്ചുവല്ലോ, പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്താനച്ചുവല്ലോ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. കൂരിരുൾ താഴ്വരയാതിലും
രാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഈ കുറി കൈമാറുന്നതിന് വേണ്ടി പാസ്റ്റർ സണ്ണി ജോർജും ബ്രദർ CA ജോസും ഇപ്പോൾ മുൻപോട്ട് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. With your permission, you heard all these things. ഇവിടെ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള ആളുകളെല്ലാം കേട്ടു എന്നും നിങ്ങളെല്ലാവരുടെയും സമ്മതമാണെന്നും മനസ്സിലാക്കിക്കൊണ്ടും മാത്രമല്ല മാതാപിതാക്കളും പ്രതിനിധികളായിട്ടുള്ള ആളുകളും ചർച്ചിൻ്റെ പ്രതിനിധികളും ഇവിടെ സിഗ്നേച്ചർ ചെയ്തതിൻ്റെയും വെളിച്ചത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി ഞങ്ങൾ ഈ ലെറ്ററുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സമ്മതമെങ്കിൽ നിങ്ങൾ ഒന്ന് കൈ ചേർത്തടിച്ച് അപ്രൂവ് ചെയ്താട്ടെ. ഓക്കെ, കുറി കൊടുക്കട്ടെ. യെസ്, കുറി കൊടുക്കട്ടെ. ഓക്കെ, on the family, on behalf of താങ്ക് യു. അങ്ങനെ ഇന്ന് പകലിലെ ദീർഘ ദിവസങ്ങളിലെ നാളുകളിലെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇവിടെ ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചു. ദൈവം അനുവദിച്ചാൽ 11-ാം തീയതി തിങ്കളാഴ്ച അവരുടെ വിവാഹം നടക്കുകയാണല്ലോ. രാവിലെ 10 മണിക്ക് കർത്താവിൽ ആശ്രയിച്ച് അവരുടെ വിവാഹം നടത്തുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഒരു നല്ല കുടുംബജീവിതത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന കാര്യം ഞാനിവിടെ ഓർപ്പിക്കുന്നു. തുടർന്ന് നന്ദി പറയുവാൻ വേണ്ടി പ്രിയപ്പെട്ട ജോർജ് അച്ഛനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും ഈ വിവാഹ നിശ്ചയ സമയത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സമയം കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് എല്ലാവർക്കും നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനായിട്ട് ഞാൻ മുതിരുന്നില്ല. കാരണം അല്പം സമയം വൈകിപ്പോയി. നമ്മൾ തുടങ്ങിയ സമയം സോറിയുണ്ട്. എന്നാലും കടന്നു വന്നതായ എല്ലാ ദേവദാസന്മാർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇവിടെ പ്രോഗ്രാം ചെയ്തതായ എല്ലാ വ്യക്തികൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ഇരുഭാഗത്തു നിന്നുള്ളതായ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ 2 പേരെ വിട്ടുപോയിട്ടുണ്ട്. അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഇളയ ബ്രദറിലോ ജോസ് മാത്യു, അല്ലെ മാത്യു വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം. USA അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ കുവൈറ്റിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അനിയത്തി ബ്ലസ്സി ഓൾസോ ഹിയർ. 2 പേരെയും ഈ സമയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ചെസ്സി ആൻഡ് ബ്ലസ്സി. താങ്ക് യു. ആൻഡ് പ്രത്യേകിച്ച് ഇത് പ്രിസൈഡ് ചെയ്തതായ മിനിസ്റ്റർ പാസ്റ്റർ തമ്പി ഡാനിയലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ച് എല്ലാവരും ചേർന്ന് അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും
സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവം അവരെ നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി ഒരുക്കട്ടെ. കർത്താവ് അവരെ ശക്തീകരിക്കട്ടെ. ആമേൻ. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നദ്ധത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സജിമോൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. എല്ലാ കണ്ണുകളും ദൈവസ്ഥനെ അടയ്ക്കാൻ നമുക്ക് ദൈവസ്ഥനിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവസ്ഥനിൽ പ്രാർത്ഥിപ്പാനായിട്ട് നാം പോവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതുവരെ നമ്മോട് കൂടെ ഇരുന്നല്ലോ. നമ്മെ ദൈവം അനുഗ്രഹിച്ചല്ലോ. ശുശ്രൂഷയുടെ ആരംഭം മുതൽ ശുശ്രൂഷയുടെ അവസാന നിമിഷം വരെയും ദൈവത്തിൻ്റെ കരുതൽ നാം അനുഭവിപ്പാനായിട്ടിടയായി തീർന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം പ്രാപിപ്പാനായിട്ടിടയായി തീർന്നതിനെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല മധ്യാഹ്നം കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ വാത്സല്യ ക്രിസ്റ്റിൻ്റെയും ബ്ലസ്സിൻ്റെയും വിവാഹ നിശ്ചയം ഈ ഹോട്ടലിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ അവർ പാർക്കുവാൻ കർത്താവ് അവർക്ക് അവസരം കൊടുത്തു. കർത്താവിൻ്റെ കൃപയാൽ ദൈവം അവരെ കണ്ടതുകൊണ്ട് കർത്താവെ, അവർ ഒന്നിച്ചു ചേരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാകിയാൽ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് തൻ്റെ മക്കളുടെ വാത്സല്യ പിതാക്കന്മാരോടും അവരുടെ മാതാക്കളോടും കർത്താവെ അവരുടെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടത് അനുസരിച്ച് കർത്താവെ ആലോചിക്കുവാനും ഇന്ന് പകൽക്കാലം അവരെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വിവാഹ നിശ്ചയത്തിനായി കൂട്ടിവരുത്തുവാനും ദൈവം സഹായിച്ച എല്ലാ ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളിവിടെ കടന്നു വന്നു. ശുശ്രൂഷയുടെ ആരംഭ നിമിഷം മുതൽ ഈ നിമിഷം വരെ ദൈവത്തിന് വലിയ സാന്നിധ്യം അവിടെ ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവാലോചന അങ്ങയുടെ വൃത്തിയിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാന്തനുമായുള്ള കർത്താവുമായുള്ളതായ ആ വിവാഹ ബന്ധത്തിൻ്റെ നിഴലായി ഇന്ന് പകൽക്കാലം അത് ഉറപ്പിക്കുവാൻ ഒന്നുകൂടെ ഞങ്ങൾക്കത് കേൾക്കുവാൻ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. തൻ്റെ മകനെ ദൈവം അനുഗ്രഹിക്കണമേ. പാട്ടുപാടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് വാത്സല്യ ബ്ലസ്സിൻ്റെയും ക്രിസ്റ്റിനയുടെയും വിവാഹം ദൈവം അനുവദിച്ചാൽ അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഏറ്റുമാനൂരിൽ വെച്ച് നടക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. തക്ക സമയത്ത് തൻ്റെ മക്കളുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് ഞങ്ങളുടെ അഭിഷിക്ത ദാസന്മാരിലൂടെ കർത്താവ് അത് എൻ്റെ മക്കളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ഇവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും, അതിനു വേണ്ടുന്ന പ്രാർത്ഥനയും, അതിനു വേണ്ടുന്ന എല്ലാ നിയോഗങ്ങളും കർത്താവ് ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളെ അതിനു വേണ്ടി ദൈവം ഒരുക്കണമേ. തൻ്റെ മക്കളെ ഇതിനായി ദൈവം ശക്തീകരിക്കണമേ. പ്രാർത്ഥനയോടെ അടുത്ത ദിവസം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തൻ്റെ മക്കളെ ദൈവം സഹായിച്ചാട്ട് പരിശുദ്ധാത്മാവിനായി ഒരുക്കിയാട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബത്തിലെയും മാതാപിതാക്കന്മാർക്കായിട്ട് സ്തോത്രം. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. തലമുറകൾ ഇത്രത്തോളം കൊണ്ടുവരുവാൻ, അവരെ ഈ പദവിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന് നിർത്തുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവ്, ഞങ്ങൾ മീറ്റിംഗ് പര്യവസാനിച്ച് ഞങ്ങൾ ഭക്ഷണത്തിനായിട്ട് പിരിയുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഇവിടെ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചായിട്ട് മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ചോദിക്കുന്നു, കൃപ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വീഴാതെ പണ്ടുന്ന മഹിമാസന്നതിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ഞങ്ങളുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സംസർഗം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും പ്രത്യേക വിവാഹം നിശ്ചയം ചെയ്ത പ്രിയപ്പെട്ടവരോടുകൂടെയും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ടത് കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണമാണ് ഇവിടെ തന്നെയാണ്. നമ്മൾ അതെല്ലാവർക്കും കഴിക്കാനുള്ള അവസരമുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ടി.ഐ. പ്രാർത്ഥിക്കും. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ ക്രിസ്റ്റിക്കായി കർത്താവേ, ബ്ലസ്സനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
അവരുടെ വിവാഹ നിശ്ചയം അനുഗ്രഹമാക്കി ദൈവം തീർത്തതിനായി സ്തോത്രം കർത്താവേ. അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു സഭകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശിഷ്ട അതിഥികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യോഗം ലീഡ് ചെയ്ത ദൈവദാസനെ, വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത് ശുദ്ധീകരിക്കണമേ, ഭക്ഷിച്ച് ബലപ്പെട്ട് ദൈവനാമം മഹത്വത്തിനാക്കി തീർക്കണമേ കർത്താവേ. അതിൻ്റെ മുഖാന്തരങ്ങളെയെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തന്നെ ആമീൻ. How beautiful the hands that served the wine and the bread, and the sons of the earth. How beautiful the feet that walked the long dusty roads, and the hill to the cross. How beautiful, how beautiful, how beautiful is the body of Christ. How beautiful the heart that bled, that took